ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസാലക്കൂട്ടൊക്കെ ഉള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, ഫെനൽ സീഡ്സ്, പിന്നെ അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ മുളക് പൊടി എത്രയാണോ ചേർത്തത് അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മീൻ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കൽവക്കോര എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീനാണ് എടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം ദശയൊക്കെ കട്ടിയുള്ള ടൈപ്പ് മീനാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇങ്ങനെ ഡീപ്പായിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ മീനും മത്തി, അയില, അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മീനിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ നന്നായിട്ടൊന്ന് ആ ഒരു മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് മേലെ മാത്രമല്ല, അതിൻ്റെ ആ ഒരു നമ്മൾ വര ഇട്ട് കൊടുത്തില്ല, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. കാരണം ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് എരിവൊന്നുമില്ല. നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു മല്ലിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു അരപ്പ് നന്നായിട്ട് നമ്മൾ ആ മീനിൻ്റെ അകത്തും 2 സൈഡിലും എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം നമ്മൾ ഒരു അരപ്പ് ബാക്കിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ അത്ര സമയമൊന്നും വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഒരു ഭാഗത്ത് നന്നായിട്ട് ആ ഒരു അരപ്പൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ആ ഒരു ഭാഗം ഫ്രൈ പാനിലേക്ക് വരുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കരുത് കേട്ടോ. മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. പിന്നെ അതിനൊരു കറക്റ്റ് ഒരു പാകമായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മെല്ലെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് ഈ ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലൊന്ന് ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആ ഒരു എണ്ണയിലേക്ക് വരുമ്പോൾ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ പ്ലേറ്റിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു അരപ്പുണ്ടായിരുന്നല്ലോ, ആ ഒരു മസാല, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ ആ ഒരു സൈഡിലേക്ക് എണ്ണയിലേക്ക് നമ്മളൊന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം അങ്ങനെ ഒന്ന് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടകം വെച്ചിട്ട് ആ ഒരു മസാല നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്നിങ്ങനെ ആ എണ്ണയിലൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു എണ്ണയിൽ മൂക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഒരിക്കലും ഈ ഒരു അരപ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രൈ ആക്കാതെ നമ്മൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ആ ഒരു മീനിലേക്ക് മാത്രമല്ല, അവസാനം ഇങ്ങനെ എണ്ണയൊക്കെ ഇടുന്നിട്ട് ആ ഒരു അരപ്പ് ഇങ്ങനെ കുക്കായിട്ട് അതും കൂടെ ഒരു മീനിൻ്റെ കൂടെ നമ്മളിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്താണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഫ്രൈ ആകുന്ന സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ. ഇവിടെ മൊത്തം ഒരു പ്രത്യേക ഒരു മണമാണ്. മല്ലിയും അതുപോലെ ആ ഒരു വലിയ ജീരകം എല്ലാം കൂടെ ഇങ്ങനെ ഫ്രൈ ആയിട്ടൊരു പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ ഞാൻ ആ ഒരു അരപ്പ് നന്നായിട്ട് ആ ഒരു മീനിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക മസാലക്കൂട്ടൊക്കെയുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.